ഇന്ന് രാവിലത്തെ ചിന്തയ്ക്കായിട്ട് യെരമ്യാ പ്രവചനം 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ് ഇന്ന് രാവിലെ ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. യിരെമ്യാ പ്രവാചകൻ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. നമ്മളെല്ലാവരും കാണാതെ പഠിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. എന്നാൽ ചില മാസങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകി തന്ന ഒരു ചിന്ത, ഞാനധികം പ്രസംഗിച്ചിട്ടില്ല എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകി തന്ന ഒരു ചിന്ത ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് നമ്മളൊരല്പം പ്രാരംഭ സമയം ഒരു ക്ലാസ് പോലൊക്കെ നമ്മൾ നിന്നിട്ട് വചനത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യും കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീരും. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം എന്ന് പറഞ്ഞിരിക്കുന്നത് ചരിത്രം നമ്മൾ പഴയ വിശ്വാസികൾക്കൊക്കെ നന്നായിട്ട് അറിയാം. പ്രവാസികൾക്ക് യെരമ്യാവിൻ്റെ ഒരു കത്ത് എഴുതിയ യെരമ്യാവിൻ്റെ ഒരു കത്താണ്. ദൈവത്തിൻ്റെ ആലോചന കൊടുത്തത് പ്രവാസികൾക്ക് കൊടുക്കാനായിട്ട് അവൻ പരിശുദ്ധാത്മാവ് അയച്ച യെരമ്യാവ് മുഖേന അയച്ച ഒരു കത്താണ് വാസ്തവത്തിൽ 29-ാം അധ്യായം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാൻ കഴിയും, ദൈവത്തിൻ്റെ ജനം ഇസ്രായേൽ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം അവരെ 70 സംവത്സരം പ്രവാസികളായിട്ട് എന്ത് ചെയ്തു? അയച്ചു. 70 സംവത്സരം പ്രവാസികളായിട്ട് അയക്കുമെന്ന് യെരമ്യാ പ്രവചനം 25-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. 25-ാം അധ്യായത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ ജനം ബാബിലോണിൽ 70 വർഷം പ്രവാസികളായി പോയി കഴിഞ്ഞപ്പോൾ പ്രവാസത്തിലായിരിക്കുന്ന ദൈവജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൂത വായിച്ചത് ഇത്രയേ ഉള്ളൂ. ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ പ്ലാനുകൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാനുകൾ ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിൽ അവൻ എല്ലാവർക്കും കാണാതറിയാവുന്ന വാക്യമാണ്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെക്കുറിച്ചുള്ള പ്ലാൻ നിങ്ങൾക്കല്ല അറിയാവുന്നത്, എനിക്ക് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബത്തെക്കുറിച്ചും ഈ സഭയെക്കുറിച്ചും ദൈവദാസന്മാരായിരിക്കുന്ന ഞങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ഞങ്ങൾക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. അതാ പറഞ്ഞിരിക്കുന്നത്, ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ് നിങ്ങളെക്കുറിച്ചുള്ള പ്ലാനുകൾ ലോകത്തിൽ ഒരു ശക്തിക്കും അറിയത്തില്ല, അത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ കമ്പ്യൂട്ടർ റൂമിൽ എല്ലാം കർത്താവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സമയത്ത് അത് വെളിപ്പെടുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾ കൈകളെ തട്ടി കർത്താവിനെ ആരാധിച്ചാട്ടെ. ഓ റബ ശംദന റബസ്യാദല ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, വാക്യം കാണാതെ പഠിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒറ്റ വാക്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്ലാനുകൾ ഞാൻ അറിയുന്നു. ഇന്ന് രാവിലെ ഈ വചനത്തിൽ നിന്നോട് മാത്രമാണ് സംസാരിക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോട് ഇന്ന് പകൽ വന്നിരിക്കുന്ന ജീവനത്തോട് പരിശുദ്ധാത്മാവോട് സംസാരിക്കാൻ ഇടയായിത്തീരും. ബാക്കി 3 സെക്ഷൻ 2 വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ പ്രവാസികൾക്കുള്ള കത്തെഴുതുമ്പം 29-ാം അധ്യായം വായിക്കുമ്പം അവിടെ പ്രവാസത്തിലേക്ക് ജനം പോയപ്പം ഹനന്യാ പ്രവാചകൻ വന്നു പറഞ്ഞു, ഈ പ്രവാസം 70 വർഷമൊന്നും ഇല്ല. പിന്നെ എത്ര വർഷമേ ഉള്ളൂ? 2 വർഷമേ ഉണ്ടായിരിക്കുള്ളൂ. അതാ 27-ാം അധ്യായം. ശ്രദ്ധിക്കണം. ചരിത്രം അറിയാവുന്നവർക്ക് വേണ്ടിയാ, അറിയാൻ വയ്യാത്തവരും കണ്ടേക്കാം. പ്രവാസത്തിലേക്ക് ദൈവത്തിൻ്റെ ജനം 70 വർഷത്തേക്ക് പോയപ്പം യെരമ്യാവിൻ്റെ ദൂത്, യെരമ്യാ പ്രവാചകന് ദൈവം കൊടുത്ത ദൂത് അങ്ങനെയൊന്നുമല്ല. 2 വർഷം കൊണ്ട് എന്തു ചെയ്യും? എൻ്റെ ജനം മടങ്ങി വരുമെന്ന് ഹനന്യാവ് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ യെരമ്യാവിന് ദൈവം ഒരു ദൂത് കൊടുത്തു. നീ പറയേണ്ട ദൂത് ഇതാണ്, നിങ്ങൾ പ്രത്യാശിച്ചിരിക്കുന്ന ശുഭഭാവി എൻ്റെ കയ്യിലാണ്.
ഒരു പ്രവാചകന്റെയും കയ്യിലല്ല, അത് എൻ്റെ കയ്യിലാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവശബ്ദം ആര് കേൾക്കാൻ തുടങ്ങുന്നു, അവർക്ക് വേണ്ടി ദൈവം കരുത്തോടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, ഞാനിവിടെ പ്രവാചകനൊന്നുമല്ലെങ്കിലും ഇന്ന് രാവിലത്തെ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ നടുവിൽ ചിലരോട് സംസാരിക്കുമെന്ന് ഉത്തമ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഈ വചനം ആത്മാവ് തന്നു എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തുവാ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നമ്മൾ ഇതെന്ത് ചെയ്യുന്നറിയാമോ, ഇപ്പോൾ സംഭവിച്ചതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളിപ്പോൾ പ്രവാസത്തിലാണ്, പക്ഷേ ഇപ്പോൾ പ്രവാസത്തിൽ നിങ്ങളായിരിക്കുന്നെങ്കിലും ഉണ്ടല്ലോ, പ്രവാസത്തിൽ പോയല്ലോ എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. പ്രവാസത്തിൻ്റെ നടുവിൽ നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. കാര്യം എന്നറിയാമോ, 70 വർഷം പ്രവാസത്തിൽ കാണുമെന്ന് പറയുമ്പം ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരും എന്ത് ചെയ്യത്തില്ല, തിരിച്ചു വരാൻ സാധ്യതയില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എന്ന് തീരും എൻ്റെ കഷ്ടം എന്നുള്ള പാട്ടോ, വളരെ കണ്ണുനീർ നിറഞ്ഞ ലോകമെന്നുള്ള പാട്ടൊക്കെ പാടിയായിരിക്കും ഈ ദൈവമക്കൾ എന്ത് ചെയ്യുന്നറിയാമോ അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ അവരോട് പറയുക, നിങ്ങൾ അതിനെ ഒന്നും ഓർത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. മനസ്സ് വ്യതിചലിച്ച് ഇന്ന് പകൽ ആരും ഇതിനകത്ത് ഇരിക്കരുത്. മനസ്സ് തളർന്നതിനകത്ത് ആരും ഇരിക്കരുത്. ഇന്ന് പകൽ മനസ്സ് തളരേണ്ട കാര്യമില്ല. നിങ്ങൾ ശക്തിയോടെ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നെങ്കിൽ അതിന് നടുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യം എന്നറിയാമോ, രാജ്യം നഷ്ടപ്പെട്ടു, രാജാക്കന്മാർ നഷ്ടപ്പെട്ടു, പ്രതാപം നഷ്ടപ്പെട്ടു, വർഷങ്ങളായിട്ടുള്ള വാഗ്ദത്തങ്ങൾ നഷ്ടപ്പെട്ടു. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ഒരു പുതിയ രാജ്യത്തിൻ്റെ കീഴിൽ, പുതിയ നേതാവിൻ്റെ കീഴിൽ, പുതിയ രാജ്യത്ത് അടിമകളെപ്പോലെ ആയിരിക്കുമ്പോൾ അവരുടെ ദുഃഖം വളരെയാണ്. പക്ഷെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങൾ അതിനെ ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളെ ചുക്കാൻ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങ് ചെയ്തേച്ചാൽ മതി. ബാക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രാജ്യത്തിൻ്റെ മേൽ, രാജാക്കന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. അതാണ് എന്താ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. 4 മുതലുള്ള വാക്യം വായിച്ചാൽ 4 മുതൽ 6 വരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. 4 മുതൽ 6 വരെ. സകലരോടും പറയുക, സകലരോടും ഒരു ദൂതുണ്ട്. എന്താണ്? മേക്ക് ദ ബെസ്റ്റ് തിങ്സ്. 4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ പറയാനുള്ള കാര്യം, മേക്ക് ദ ബെസ്റ്റ് തിങ്സ്. നല്ലത് എന്ത് ചെയ്തോണം? ചെയ്തോണം. നല്ലത് ചെയ്തോണം. സ്തോത്രം ചെയ്താൽ ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്തുണ്ടല്ലോ, നല്ലത് ചെയ്യാൻ മനസ്സ് മടുത്തിരിക്കാതില്ല, നല്ലത് ചെയ്യാൻ തീരുമാനമെടുക്കുന്നെങ്കിൽ ബാക്കി ദൈവം ചെയ്യാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ നല്ലത് ചെയ്യാൻ. നമുക്കെന്തോ നല്ലത് ചെയ്യാൻ കഴിയുന്നേ? നമുക്ക് നല്ലതെന്തോ ചെയ്യാൻ കഴിയും? അതങ്ങ് ചെയ്തോണം. അത് പ്രാർത്ഥിക്കാനായിരിക്കാം, ആരാധിക്കാനായിരിക്കാം, ഉപവസിക്കാനായിരിക്കാം, കൊടുക്കാനായിരിക്കാം, സാക്ഷ്യം പറയാനായിരിക്കാം, പാടാനായിരിക്കാം. എന്താണോ നല്ലത് ചെയ്യാനുള്ളത് നീ അതങ്ങ് ചെയ്തേച്ചാൽ മതി. അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബാക്കി ഞാൻ ചെയ്തോളാം. നമുക്ക് ഒത്തിരി അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. തൊട്ടടുത്ത് 7-ാം വാക്യം എന്താണെന്നറിയാം? 7-ാം വാക്യം, ചെയ്യാനുള്ളത് ചെയ്യുകയും നിങ്ങൾ പ്രാർത്ഥിക്കണം. എവിടെ നിന്ന് പ്രാർത്ഥിക്കണം?
പ്രവാസത്തിലിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളിപ്പോൾ എവിടാണോ അവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, ഏത് സാഹചര്യത്തിലാണ് നിങ്ങളെ കൊണ്ടെത്തിച്ചേക്കുന്നോ ആ സാഹചര്യത്തിൽ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മളെന്താ ആ ഒരു അധ്യായം ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. സിമ്പിൾ കാര്യമാണ്. എന്നെയും പരിശുദ്ധാത്മ പഠിപ്പിച്ച കാര്യമുണ്ടല്ലോ, പ്രേ വേർ യു ആർ. നിങ്ങൾ എവിടാകുന്നോ അവിടെ ഇരുന്നോണ്ട് എന്ത് ചെയ്തോണം, പ്രാർത്ഥിച്ചോണം, സ്തോത്രം ചെയ്താണ്. യേശുവേ നാമേ. എത്ര പേർക്ക് പറയാൻ കഴിയും, ഞാനിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ പ്രാർത്ഥിക്കും എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രേ വേർ യു ആർ. നിങ്ങൾ എവിടെ ഇരിക്കുന്നേ? ബാബിലോണിൽ, മറ്റൊരു രാജാവിൻ്റെ കീഴിൽ, എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യതയിൽ നിങ്ങൾ ഇരിക്കുക. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇസ്രായേലിൻ്റെ രാജാവേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, രാജാതി രാജാവ് നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. നിങ്ങളുടെ രാജാവ് മാറിയാലും സ്ഥലം മാറിയാലും ഉയരത്തിൽ മറ്റൊരു രാജാവുണ്ട്. അത് നസറേനായ യേശുവാണ്. അവൻ രാജാതി രാജാവാണ്. അവനോട് നീ കാര്യം പറയണം. യേശുവിൻ നാമത്തിൽ ഈ പകൽ വന്നേക്കുന്ന എന്തിനാണെന്നറിയാമോ? പാസ്റ്റർമാരെ കാണിക്കാനല്ല, എന്നെ കാണാനല്ല, പാസ്റ്ററെ കാണാനല്ല. വിഷയം ദൈവത്തോട് പറയാനാ വന്നിരിക്കുന്നതെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങ. ഏത് സ്ഥലത്തിരുന്ന് നീ പ്രാർത്ഥിര്, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ കരം വ്യാപരിക്കുകയാണ്. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലജ്ജിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. യെരമ്യാ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജനത്തിന്റെ കണ്ണുനീര് കണ്ട് നിലവിളി കേട്ട് ഞാൻ ഇറങ്ങി വന്നിട്ടുള്ള ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ഇനിയും ഇറങ്ങി വരിക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താമസിച്ചാണെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർ താമസിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് വരാതെ ഇരിക്കും. പക്ഷെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ ദൈവം അങ്ങനെയല്ല. അവൻ താമസിച്ചാണെങ്കിലും ഇറങ്ങി വരാൻ പോകുകയാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ വിഷയത്തിൽ ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്? എൻ്റെ ശൂന്യതയുടെ നടുവിൽ ദൈവം ഇറങ്ങി വരാൻ പോകുകയാണ്. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ്. Praise the Lord. Glory to God. Hallelujah. പക്ഷെ ഒറ്റ കാര്യം, പ്രാർത്ഥിച്ചു കൊള്ളുക. അടുത്തത് 8-ാം വാക്യം നിങ്ങൾ വായിക്കും. ഞാൻ എന്നിട്ട് വേഗത്തിൽ എൻ്റെ ഭാഗത്തേക്ക് വരാം. 8-ാം വാക്യം. Praise the Lord. Beware of the voice. Praise the Lord. നല്ല കാര്യം ചെയ്യണം, പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ശബ്ദം എന്ത് ചെയ്തോണം? കേൾക്കുന്നതിൽ വളരെ ജാഗ്രത വേണം. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ശബ്ദം കേൾക്കരുത്, ദൈവശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കാവൂ. Praise the Lord. Hallelujah. എന്താണെന്നറിയാമോ? I know the plans I have for you. നിങ്ങൾക്ക് വേണ്ടിയുള്ള നിരൂപണങ്ങൾ എൻ്റെ കയ്യിലാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഞാനത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ ശബ്ദം കേൾക്കരുത്? മറ്റുള്ളവരുടെ ശബ്ദം കേൾക്കരുത്, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. Beware of the voice. ദൈവശബ്ദം കേൾക്കണം അല്ലേ? ഇന്ന് നമ്മൾ ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്ലാൻ പോലെ നടക്കും. നമുക്ക് വേണ്ടിയതാ എന്തോ ശബ്ദമാണ്? പ്രവാചകന്മാരുടെ ശബ്ദം വേണ്ടെന്നല്ല, നല്ല പ്രവാചകന്മാരും ഉണ്ട്, ആകാത്ത പ്രവാചകന്മാരും ഉണ്ട്. പക്ഷേ യെരമ്യാ പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റ് ശബ്ദമൊന്നും നിങ്ങൾ കേൾക്കാൻ പാടില്ല, ദൈവത്തിൻ്റെ ശബ്ദം മാത്രമേ നിങ്ങൾ കേൾക്കാവൂ.
ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്നതിന് ഉദ്ദേശം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശബ്ദം എന്ത് ചെയ്യാനാ? ദൈവശബ്ദം കേൾക്കാൻ. ദൈവശബ്ദം ശരിക്കും എവിടെ കേട്ടിട്ടുണ്ടോ അവിടെ എല്ലാം പ്ലാൻ ആര് മാറ്റിയിട്ടുണ്ട്? പ്ലാൻ ആര് കയ്യേറ്റിട്ടുണ്ട്? ദൈവം കയ്യേറ്റിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന്, ദൈവത്തിൻ്റെ എന്നെ പോലെയുള്ള ആൾക്കാർക്ക്, ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർക്ക് ദൈവശബ്ദമാണ് നമ്മൾ കേൾക്കേണ്ടത്. ദൈവശബ്ദം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ എന്ത് ചെയ്യാം? ദൈവശബ്ദം കേൾക്കുക അല്ലേ? കേൾക്കാനുള്ള സമയം നമുക്ക്. പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, പ്രാർത്ഥിക്കാനും പാടാനും സമയമുണ്ട്. പക്ഷെങ്കിൽ ദൈവശബ്ദം നമ്മൾ എന്ത് ചെയ്യണം? ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ അതിൻ്റെ ക്രമത്തിൽ വെളിപ്പെട്ടു വരുന്നത്. ക്രിസ്തുലോ, മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. എന്നിട്ട് ഞാൻ മറ്റൊരു എന്ത് പറയും? അപ്പം ദൈവശബ്ദം നമ്മൾ ആരുടെ ശബ്ദം കേൾക്കണം? ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേട്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ നല്ല പ്ലാൻ എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടത്തുള്ളൂ. മനസ്സിലായി? നല്ല പ്ലാൻ. പ്രൈസ്. അതുകൊണ്ട് ദൈവശബ്ദം കേൾക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ ദൈവസഭ റെഡിയാണെന്നുണ്ടെങ്കിൽ ഓർത്തോണം, നാം ദൈവത്തിൻ്റെ പ്ലാൻ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടത്തുള്ളൂ. ദൈവശബ്ദം കേട്ട് ചിലരുടെ മേൽ ദൈവത്തിൻ്റെ പ്ലാൻ വെളിപ്പെട്ടിട്ടുണ്ട്. അതാ ഞാൻ ഇന്ന് പകൽ സംസാരിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്കിനിയും താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ എന്താ? 13-14 വാക്യങ്ങൾ വായിച്ച്. 13-14 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ കണ്ടെത്തണം അല്ലേ? ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്ന ഈ മക്കളെ 2-3 പേരെ പ്രാർത്ഥിച്ചുള്ളെങ്കിലും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ നമ്മൾ വന്നിരിക്കുക. ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് ദൈവശബ്ദം കേൾക്കുമ്പോൾ പ്ലാനുകൾ ദൈവം എന്ത് ചെയ്യും? നിങ്ങളുടെ മേൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് 2-3 വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ തിരിക്കാൻ പോവുകയാണ്. God has the best plan. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നല്ല പ്ലാനേ ഉള്ളൂ. ദൈവത്തിന് നല്ല പ്ലാനേ ഉള്ളൂ. എന്നാൽ നമ്മൾ തന്നെ ചില പ്ലാനുകൾ തയ്യാറാക്കാറുണ്ട്. അതുകൊണ്ട് യാക്കോബ് ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, യാക്കോബ് 4:13 വായിക്കുന്നത്, അവിടെ ബിസിനസ്സുകാരുടെ പ്ലാൻ എന്തുവാന്ന് അവിടെ പറയുന്നുണ്ട്. എന്തോ പ്ലാൻ എന്തുവാണ്? 4-ാം അധ്യായം 13-ാം യാക്കോബ് 4:13. കണ്ടോ? അവർ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്നോ നാളെയോ ഇന്ന പട്ടണത്തിൽ പോയി. അവരുടെ സ്വന്തം പ്ലാനാ, സ്വന്തം പ്ലാൻ. അത് യാക്കോബ് പറയുകയാണ്, സ്വന്തമായ പ്ലാൻ ഉണ്ടാക്കി ചില കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ തൊട്ട് താഴോട്ട് വായിച്ചാട്ടെ, 15-ാം വാക്യം. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്ന്. അതല്ലേ നല്ലത്? പ്രൈസ്. അപ്പോൾ എന്തോ ഇന്ന് പ്രൈസലോ, ഇന്ന് പകൽ ഇവിടെ വന്നേക്കുന്ന നിങ്ങളുണ്ടല്ലോ, ഒത്തിരി പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടായിരിക്കാം വന്നേക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് നല്ല പ്ലാനുണ്ട്. സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെ ആരുടെയും പ്ലാനുകൾ നടക്കത്തില്ല, ദൈവത്തിൻ്റെ പ്ലാനേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിൻ്റെ പ്ലാൻ മാത്രമേ എൻ്റെ ജീവിതത്തിൽ മതി, എൻ്റെ സഭയിൽ മതി എന്ന് പറയാൻ എത്ര പേര് റെഡിയാകും? അത് ദൈവം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. വേറെ ആരുടെയും പ്ലാനുകളല്ല, എൻ്റെ പ്ലാൻ അല്ല, ദൈവത്തിൻ്റെ പ്ലാൻ. എൻ്റെ കാര്യം എന്നറിയാമോ? യാക്കോബിനറിയാം. യാക്കോബ് ആരായിരുന്നു? അപ്പോസ്തലനായിരുന്നു. യെരുശലേം കൗൺസിലിൽ ചെന്നപ്പം പത്രോസിൻ്റെ പ്ലാനും ഉണ്ടായിരുന്നു, പൗലോസിൻ്റെ പ്ലാനും ഉണ്ടായിരുന്നു. ഇല്ലായിരുന്നു? 2 പേരുടെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ആരുടെ പ്ലാനാണ് നടന്നത്? പരിശുദ്ധാത്മാവിൻ്റെ പ്ലാനാണ് നടന്നത്. സ്തോത്രം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ. പത്രോസ് മോശക്കാരനല്ല, പൗലോസ് മോശക്കാരനല്ല. 2 പേര് സഭയുടെ നേതാക്കന്മാരാ. പക്ഷെ ഒരു കാര്യമുണ്ട്, 2 പേരുടെയും പ്ലാൻ അല്ല ഇവിടെ നടന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്ലാനാ അവിടെ സഭയ്ക്കകത്ത് വെളിപ്പെടാനിടയായത്. അതുകൊണ്ട് യാക്കോബിന് അറിയാം. യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, അല്ലയോ ബിസിനസ്സുകാരെ,
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ പ്ലാൻ തയ്യാറാക്കിയിട്ട് വന്നേച്ച് കർത്താവ് ഇത് നടക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥനയല്ല ഇന്ന് പകൽ ഇവിടെ നടക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്ലാനിന് വേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമ്പോൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്ലാൻ വെളിപ്പെടുവാനായി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ യോഗത്തിൻ്റെ നടുവിൽ അന്യായ പ്ലാനുകളും മറ്റു പദ്ധതികളും സാത്താൻ്റെ പദ്ധതികളും പൊളിച്ചിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ യേശുവിന്റെ നാമത്തിൽ അത് പരിശുദ്ധാത്മാവ് കയ്യേൽക്കാൻ പോകുകയാ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവസഭയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്ലാൻ വെളിപ്പെടുവാൻ? ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. പരിചയമുള്ള വാക്യമാണ്. പത്രോസേ, നിന്റെ നിരൂപണങ്ങളല്ല എൻ്റെ നിരൂപണങ്ങൾ. എൻ്റെ നിരൂപണം മാത്രമേ നടക്കത്തുള്ളൂ. ഈ പാസേജുമായിട്ട് വളരെ താതാത്മ്യമുള്ള ഒരു ഭാഗമാണ് അല്ലേ? പത്രോസിൻ്റെ മീൻ പിടിക്കാൻ പോയ കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, പ്രസംഗിക്കാനും അറിയാം. പക്ഷേ നിങ്ങൾ ആവർത്തന വിരസത കൂടാതെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച 2-3 കാര്യം പറയാനായിട്ടാണ് പോകുന്നത്. പത്രോസ് മീൻ പിടിക്കാൻ പോയി, പരാജയപ്പെട്ടു. പക്ഷേ പത്രോസ് ചിന്തിച്ചത് വല വിട്ടേച്ച് മടങ്ങിപ്പോകാനാണ്. ഇന്നത്തെ പരിപാടി അവസാനിച്ചിട്ട് ഇനി അടുത്ത ദിവസം എന്തു ചെയ്യാം, വരാമെന്നാണ് ചിന്തിച്ചത്. പക്ഷേ അങ്ങനെ ചിന്തിച്ച് കൂട്ടുകാരുമായിട്ട് പദ്ധതികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, അടുത്തേക്ക് ആര് ചെന്നെന്നറിയാമോ? യേശു ചെല്ലാനിടയായി. കൂട്ടുകാർ പറഞ്ഞത് എന്താണെന്നറിയാമോ? എടാ, ബിസിനസ് ഇന്നത്തേത് നമുക്ക് നിർത്താം, ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. എവിടെ നിന്നെങ്കിലും നമ്മുടെ സഹോദരന്മാരുടെ നിന്നോ അയൽപക്കക്കാരുടെ നിന്നോ 1000 രൂപ വാങ്ങിച്ച് വീട്ടിൽ എന്ത് ചെയ്യാന്നറിയാമോ? സാധനം വാങ്ങിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് പദ്ധതികൾ തയ്യാറാക്കി കടം മേടിക്കാൻ അല്ലേ, ബിസിനസ് പരാജയപ്പെട്ടു എന്ന് പറയാൻ പദ്ധതികൾ തയ്യാറാക്കി പത്രോസ് ഇരിക്കുമ്പോൾ പത്രോസിനോട് യേശുവിന് പറയാൻ ഒരു കാര്യമുണ്ട്. നിന്നെ കുറിച്ചുള്ള നിരൂപണങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. ഇന്ന് പകൽ പലത് നിർത്തിയിട്ട് പോകാനായിട്ട്, അവസാനിപ്പിച്ചിട്ട് പോകാനായിട്ട് പദ്ധതികൾ തയ്യാറാക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, യേശുവിന്റെ ശബ്ദം ഇന്ന് പകൽ കേട്ടേ പറ്റത്തുള്ളൂ കേട്ടോ. യേശുവിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം ചില മാറ്റങ്ങൾ വരുത്താൻ പോകുകയാ. യേശുവിൻ നാമത്തിൽ ദൈവ ശബ്ദം കേൾക്കാൻ, ദൈവത്തിന്റെ പ്ലാനിന് വേണ്ടി അവൻ വിധേയപ്പെടാൻ റെഡിയാകുന്നെങ്കിൽ ഒരു വലിയ മാറ്റം, വലിയ മാറ്റം. നന്നായിട്ടറിയാം. എന്താ പറഞ്ഞെന്നറിയാമോ? എന്ത് ചെയ്യണം? ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ. ഒരു കാര്യം പത്രോസ് പറഞ്ഞു, നിൻ്റെ വാക്കിന് ഞാൻ എന്ത് ചെയ്യാം? രാത്രി മുഴുവൻ അധ്വാനിച്ചു. നമ്മളാണെങ്കിൽ പറഞ്ഞതിന് എന്തായാലും പാസ്റ്ററെ രാത്രി മുഴുവൻ അധ്വാനമായിരുന്നു, പാസ്റ്റർ പറഞ്ഞ് അനുസരിക്കാം. പക്ഷേ ഒരു കാര്യം, ഉറങ്ങിയിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം അല്ലേ? നമ്മളിൽ 100 പേരും അങ്ങനെ പറയത്തുള്ളായിരുന്നു, പാസ്റ്റർ പറഞ്ഞ് അനുസരിക്കുകയല്ല, ഞാൻ പോയിച്ചു വരാം, വന്നു കഴിഞ്ഞ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പണി തുടങ്ങാമെന്ന് പറഞ്ഞതിന്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ആമേൻ സ്തോത്രം. പത്രോസ് അങ്ങനെ പറഞ്ഞില്ല, നിൻ്റെ വാക്കിന് വലിയിറക്കാം. ശ്രദ്ധിക്കണം കേട്ടോ. ഏതെങ്കിലും തകർച്ചയുടെ വക്കിലായിരിക്കുന്നെങ്കിൽ ഓർത്തോണം, നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. സ്തോത്രം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ തലമുറ തകർച്ചയുടെ വക്കിലായിരിക്കുന്നെങ്കിൽ, ഇപ്പോൾ ചെയ്യുന്ന ജോലി തകർച്ചയുടെ വക്കിലായിരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, വേറെ ആരുടെയും ശബ്ദം കേൾക്കരുത്. യേശുവിൻ്റെ ശബ്ദം ഒന്ന് കേട്ടാൽ അത് വെളിപ്പെട്ട് വരാൻ പോകുകയാ യേശുവിൻ്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുവായിരുന്നു? ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെയാണ് ചിന്തിച്ചേനെയും കർത്താവ് പറഞ്ഞല്ലേ, നമ്മളിപ്പോൾ അനുസരിച്ചാൽ എന്തുവാ
നാളത്തെ കഞ്ഞി കുടിക്കാനുള്ള അത്യാവശ്യം മീൻ ചിലപ്പം കിട്ടിയെന്ന് വരും. എന്നാലും നമ്മുടെ പ്ലാൻ എന്തുവാ? നമ്മൾ അത്രയും വരെ പ്ലാൻ ചെയ്യത്തുള്ളൂ കേട്ടോ. പ്രേക്ഷകരോ, ഇന്ന് പകൽ നിങ്ങളുടെ പ്ലാനുകൾക്കെല്ലാം പരിമിതികൾ പലതുമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, പ്ലാനുകൾക്ക് പരിമിതിയില്ല. പ്ലാനുകൾ ദൈവം പൊളിച്ചെഴുതാൻ പോകുകയാണ്. സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് പകൽ നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിക്കുന്ന ഒരു പകലാക്കി ദൈവം മാറ്റട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ വേഗത്തിൽ വരിക, വളരെ സിമ്പിളായ കാര്യമാണ്. കർത്താവ് പറഞ്ഞു മീൻ പിടിക്കാൻ തുടങ്ങി. പക്ഷേ മീൻ പിടിക്കാൻ തുടങ്ങി വന്ന മീൻ എങ്ങനെയായിരുന്നു അറിയാവോ? വല കീറാറായി. ഇവിടേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വേറെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒത്തിരി നീണ്ട പ്രസംഗത്തിന് അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് വല കീറാറായി. പ്രീസല്ലോ, ശ്രദ്ധിക്കണേ. വർഷങ്ങളായിട്ട് കടൽപ്പുറത്ത് മീൻ പിടിച്ചോടിക്കുന്ന പത്രോസാ അല്ലേ? മുക്കവ ഗ്രാമത്തിൽ മുക്കവൻ്റെ മകനായി ജനിച്ചവനാ. അപ്പൻ കാലം ഉപയോഗിക്കുന്ന വല ഈ സൈസ് വല ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതുവരെ ഇതിനു മുമ്പ് മീൻ പിടിക്കാൻ പോയിട്ട് വല കീറിയിട്ടുണ്ടോ? വല കീറിയിരുന്നെങ്കിൽ എന്ത് ചെയ്തിനേയും അതിനനുസരിച്ചുള്ള വലയം കൊണ്ട്, അങ്ങനല്ലേ കൊച്ചിനെ, അതിനനുസരിച്ചുള്ള വലയം കൊണ്ട് എന്ത് ചെയ്യത്തുള്ളൂ? വരത്തുള്ളായിരുന്നു അല്ലേ? കാര്യം എന്നാ, വലിയ മീൻകൂട്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അബദ്ധവശ കയറിയാൽ കൊണ്ടുപോകേണ്ടതെന്ന് വിചാരിച്ച് എന്ത് ചെയ്തേനെ, അതിന് തക്ക വലയം കൊണ്ട് എന്ത് ചെയ്യത്തുള്ളായിരുന്നു അറിയാമോ? വരത്തുള്ളായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ അങ്ങനെയല്ല. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത നിലയിലുണ്ടല്ലോ ഒരു വലിയ മീൻപിടുത്തം അവിടെ സംഭവിച്ചു. യേശുവിന് വല കീറാറായി. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ആർക്കു വേണ്ടിയോ പറയുകയാണ്, നീ ചോദിച്ചതല്ല. നീ എന്താ ചോദിച്ചെന്നറിയാമോ? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അത്യാവശ്യം ഉപജീവനത്തിനുള്ള മാർഗം വേണം, എൻ്റെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞായിരിക്കാം പത്രോസ് ഇറങ്ങിയത്. പക്ഷെങ്കിൽ പത്രോസിന്റെ വല കീറി തന്നെയാണെന്നറിയാമോ? ഇതുവരെ ഉപയോഗിച്ചു വന്ന വല കീറാൻ തുടങ്ങി. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാവിലെ എത്ര പേർക്ക് ഉറപ്പുണ്ട്, ദൈവ ശബ്ദം കേട്ട് നിങ്ങൾ ഇറങ്ങുന്നെങ്കിൽ നിങ്ങളുടെ പ്ലാൻ ദൈവം മാറ്റാൻ പോകുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വല പൊളിക്കാൻ പോകുക, വല പൊട്ടിക്കാൻ പോകുക. പഴയ അളവല്ല, ഒരു പുതിയ അളവിലേക്ക് ഞാൻ നിന്നെ നയിക്കാൻ പോകുകയോ. Glory, hallelujah, hallelujah. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം ചെയ്താണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവ ശബ്ദത്തിൻ്റെ മുൻപിൽ ആര് റെഡിയാകുന്നു? ആമേൻ. ഭൂതകാലത്ത് സംഭവിച്ചിട്ടില്ലാത്തത്, നിന്റെ അപ്പൻ്റെ കാലത്ത് സംഭവിച്ചിട്ടില്ലാത്തത്, നിന്റെ പിതാക്കന്മാരുടെ കാലത്ത് സംഭവിച്ചിട്ടില്ലാത്തത് ഈ തലമുറയിൽ ദൈവം നിന്റെ കയ്യിൽ തരാൻ പോകുകയാണ്. അനുഗ്രഹത്തിൻ്റെ കലവറ ദൈവം നിന്റെ കയ്യിൽ തരാൻ പോകുകയാണ്. Glory, hallelujah, hallelujah. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലത്തെ യോഗത്തിനകത്ത് ബിസിനസ് തകർന്നവരായി, പരാജയപ്പെട്ടവരായി, ഇട്ടേച്ചു പോകാൻ, നിർത്തിയിട്ട് പോകാൻ, ഉപേക്ഷിച്ച് പോകാൻ ആരെങ്കിലും പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്ലാന് പരിശുദ്ധാത്മാവ് അത് പൊളിക്കാൻ പോകുകയാണ്. അതിൻ്റെ മേൽ ദൈവം ഒരു വ്യക്തമായ ഇടപെടലുകൾ നടത്താൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം ചലിക്കുന്നു. Glory, hallelujah. Praise the Lord. Praise the Lord. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നെറ്റ് ബ്രോക്കൺ, വല കീറി. Praise the Lord. പഴയ തുരുത്തി ദൈവം കീറാൻ പോകുകയാണ്. പഴയതെല്ലാം ദൈവം മാറ്റാൻ പോകുകയാണ്. സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ. എത്ര പേർക്ക് ഉറപ്പുണ്ട്, എൻ്റെ വരുമാനത്തിൽ വലിയ വ്യത്യാസം വരുത്താൻ പോകുകയാണ്, എൻ്റെ ഭൗതിക മണ്ഡലത്തിൽ വലിയ വ്യത്യാസം വരുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഭൗതിക തലത്തിലുള്ള പ്ലാനുകൾ
ദൈവത്തിനറിയാം. 2 തൊട്ട് താഴത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. ലൂക്കോസിന്റെ 5-ാമത്തെ അധ്യായത്തിൽ തന്നെ. അടുത്തത് ശ്രദ്ധിക്കണേ. ഫ്രീസലോ പത്രോസ് മാത്രമാണോ കണ്ടേ? അല്ല. ഒരു അനുഗ്രഹം വന്നാൽ നിന്റെ കൂടെ നിൽക്കുന്നവരുടെ കാണത്തക്ക നിലയിലാണ്. ഞാൻ അവിടേക്ക് പോകാതെ തൊട്ടടുത്ത് വായിക്കുന്ന കാര്യമുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? കർത്താവ് പാപിയായി എന്നോട്, അങ്ങനെയല്ലേ വായിച്ചേട്ടെ. ശ്രദ്ധിക്കണേ. ഈ ദൈവത്തിൻ്റെ പ്ലാൻ എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ പ്ലാനേ ഇവന് ശൂന്യത വരുത്തി എന്തിനാണെന്നറിയാവോ? ഇവനെ ബിസിനസ് കൊടുത്ത് വിടാനല്ല, വല നിറച്ചങ്ങ് വിടാനല്ല, ഇവനെ കൂടെ തകർക്കാൻ ദൈവത്തിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. ആര് തകർന്നറിയാമോ? പത്രോസ്. പീറ്റർ വാസ് ബ്രോക്കൺ. പത്രോസ് തകർന്നു. മനസ്സിലായില്ലേ? സ്തോത്രം. പത്രോസ് തകർന്നിട്ടുണ്ടോ? പത്രോസ് തകർന്നിട്ടില്ല. പത്രോസ് ഏറ്റുപറച്ചിൽ നടത്തിയിട്ടുണ്ടോ? ജോയ് സാറേ, ഇതുപോലെ ഏറ്റുപറച്ചിൽ നടത്തിയിട്ടില്ല പത്രോസ്. പക്ഷെ പത്രോസിനെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. ഇവനിങ്ങനെ കടുംപെട്ട് പോലെ ഇരിക്കാൻ പറ്റത്തില്ല, ഇവനിങ്ങനെ പാറ പോലെ ഇരിക്കേണ്ടവനല്ല, ഇവനെയും കൂടെ തകർക്കാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു. സ്തോത്രം. പത്രോസ് നെടുമ്പാട് വീണിട്ട് പറയുക, പാപിയായി എന്നോട് എന്ത് ചെയ്യണമെന്നറിയാമോ? മനസ്സലിയണമേ എന്ന് പറയാനിടയായി. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ചിലത് ജീവിതത്തിനകത്ത് സംഭവിക്കുമ്പോൾ ഓർത്തോണം, നിന്റെ പ്ലാനല്ല ദൈവത്തിൻ്റെ പ്ലാന്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. നീ ഇങ്ങനെ നടന്നങ്ങ് പോയാൽ പറ്റത്തില്ല, ബിസിനസ് നടന്ന് പോയാൽ പറ്റത്തില്ല. നിന്നെ ഒന്ന് ഉടച്ചു വാർക്കാൻ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ തകർച്ചകൾ വലയ്ക്ക് മാത്രമല്ല, പത്രോസിനും തകർന്നു. ശ്രദ്ധിക്കണേ. പത്രോസ് എന്ത് ചെയ്തു? തകർന്നു. കർത്താവിനോട് കൂടുതൽ അടുക്കുമ്പോഴേ അറിയത്തുള്ളൂ നമ്മൾ ആരാണെന്നുള്ളത്. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഞായറാഴ്ച 11:30 സഭയിൽ വന്നിരുന്ന് പ്രസംഗം കേട്ടേച്ച് പോയാലുണ്ടല്ലോ, പാപിയാണോ എന്നറിയത്തില്ല. പ്രൈസ് ലോർഡ്. സ്തോത്രം. കർത്താവിൻ്റെ കൂടെ അടുത്ത് വന്ന് അവൻ്റെ ആ പ്ലാൻ ശരിക്കും മനസ്സിലാകുമ്പോഴേ ശരിക്കും നീ ആരാണെന്നുള്ള കാര്യം അത് ശരിക്കും ബോധ്യപ്പെടത്തുള്ളൂ. സ്തോത്രം ചെയ്താൽ യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ റബ ശംദന റബസിയാദല. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ആമേൻ. പത്രോസേ, നീ അങ്ങനെ വലിയ ബിസിനസ്സുകാരനായിട്ട് പോകേണ്ടവനൊന്നുമല്ല, നീ ഒരു സാധാരണ വിശ്വാസിയായി പോകാനുള്ളവനല്ല. ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, വെറുതെ വന്നിരുന്ന് പോകാനല്ല, ചിലരെ ഒരുക്കിയെടുക്കാൻ, ചിലരെ ഉടച്ചു വാർക്കുവാൻ ദൈവത്തിന് പദ്ധതികളുണ്ട്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. തൊട്ടടുത്ത വാക്യങ്ങൾ നിങ്ങൾ വായിച്ച്, തൊട്ട് താഴോട്ടെന്ന് വായിക്കുന്നത് പത്രോസ് തകർന്നു, ബ്രോക്കൺ. പിന്നെ അടുത്തത് സകലതും വിട്ട് അവനെ എന്ത് ചെയ്തു? അനുഗമിച്ചു. സ്തോത്രം. 70 വയസ്സുവരെ കടൽക്കരയിൽ നിന്ന് മീൻ പിടിക്കാം, ബിസിനസ്സുകാരനാകാമെന്നുള്ള പ്ലാനാ പത്രോസിനുണ്ടായിരുന്നെങ്കിൽ, പത്രോസേ, നിന്നെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. സ്തോത്രം ചെയ്യുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. വെറുതെ അല്ല കേട്ടോ ശൂന്യത വന്നത്. ശൂന്യത വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, എന്തെങ്കിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്.
സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ. ഇതിനകത്ത് വന്നിരിക്കുന്ന ചിലരുടെ മേൽ ശൂന്യതകൾ വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ദൈവത്തിന് എന്തെങ്കിലും ഒരു പദ്ധതികളുണ്ട് കേട്ടോ. ദൈവത്തിൻ്റെ പണി വെളിപ്പെടാൻ പോകുകയാണ്. ഇവിടെ എന്തുവാ? കൂട്ടുകാരുടെ ബന്ധം വിട്ടു. ഇപ്പം പത്രോസ് ഒറ്റയ്ക്കാ. കൂട്ടുകാർ വല്ലതും ഉണ്ടോ? പഴയ കൂട്ടുകാരുണ്ടോ? പഴയ കൂട്ടുകാരില്ല. മീൻപിടുത്തത്തിൽ സഹായത്തിന് വന്ന പഴയ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം ഉണ്ടോ? ഇല്ല. സ്തോത്രം. വല മാത്രമല്ല കീറിയത്, പത്രോസിനെ മാത്രം കീറി. പത്രോസിനെ മാത്രമല്ല കീറിയത്, പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരുടെ ബന്ധവും കൂടെ കീറി. ചില പറയത്തില്ലേ, മരണം വരെ ഞാൻ എവരുമായിട്ടായിരിക്കും, എൻ്റെ കൂട്ടുകാരനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല. ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ച് കടൽക്കരയിലെ ബന്ധം മുഴുവൻ ദൈവം തമ്പുരാൻ പൊട്ടിക്കും. സ്തോത്രം. പൊട്ടിച്ചിട്ട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാനുമല്ല, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. എന്തുവന്നറിയാമോ? ഒരു കാര്യം ഓർത്തോണം, അവൻ ചിലതിൻ്റെ അടിസ്ഥാനം ഇടാനാ ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത്. സ്തോത്രം ചെയ്താണ് യേശു വരുന്ന പത്രോസിനോട് പറഞ്ഞു, പത്രോസേ ഞാൻ നിന്നെ അപ്പോസ്തലനാക്കാൻ പോകുകയാണ്. ഞാൻ നിന്നെ മീൻ പിടിക്കുന്നവനാക്കാനല്ല, മനുഷ്യനെ പിടിക്കുന്നവനാക്കാൻ പോകുകയാ. ഒരു പുതിയ നിയോഗം ഞാൻ നിന്റെ മേൽ തരാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഓ ശംദനരബസിയാദല. പരിശുദ്ധാത്മാവ് ഈ രാവിലത്തെ യോഗത്തിനകത്ത് ചിലരോട് വിളിച്ചു പറയുകയാണ്, ഓ ചില പ്രാണികളുടെ അടിത്തറ ഞാൻ ഇടാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ. നമ്മുടെ കുറുവാക്യം അറിയാമല്ലോ, നിങ്ങൾ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ചെയ്യുന്നു ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ എന്താണെന്നറിയാമോ? ഞാൻ അറിയുന്നു. പത്രോസേ നിനക്കറിയത്തില്ല കേട്ടോ, നിനക്കറിയത്തില്ല. അടുത്ത 3 വർഷം കഴിഞ്ഞ് നീ ആരായി തീരുമെന്ന് നിനക്കറിയത്തില്ല, എനിക്കറിയാം. Praise the Lord. Glory to God, Jesus. Hallelujah. എത്ര വരി കാര്യങ്ങളോട് പ്രതികരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, അടുത്ത 3 വർഷം കഴിഞ്ഞ്, അടുത്ത 5 വർഷം കഴിഞ്ഞ്, അടുത്ത 10 വർഷം കഴിഞ്ഞ്, ഓ ചരിത്രത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ, ഓ നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്. അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു ആരംഭം ദൈവം കുറിക്കാൻ പോകുക. ആരംഭം. യേശുവിൻ്റെ നാമത്തിൽ. ശ്രദ്ധിക്കണേ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ചില കാര്യത്തിൻ്റെ അടിത്തറ കുറിക്കാനാ പത്രോസിനെ കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാൻ. അതിൻ്റെ ഒരു ചെറിയ തുടക്കം ഈ 5-ാം അധ്യായത്തിൽ ഇടാൻ പോകുകയാണ്. സ്തോത്രം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ. ചരിത്രത്തിൽ സംഭവിക്കേണ്ട ചിലതിൻ്റെ തുടക്കമിടാനുണ്ടല്ലോ. മാസങ്ങൾക്ക് മുൻപേ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാനിടയാകും യേശുവിൻ്റെ നാമത്തിൽ. അത് 2025 സംഭവിക്കേണ്ടതുണ്ടല്ലോ. അന്നേരമല്ല സംഭവിക്കുന്നതിന് അതിന് ചില ആരംഭങ്ങൾ ഇവിടെ ഇടാനിടയായി തീരും യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന ചിലരെ കൊണ്ട് ദൈവത്തിന് ചില വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ചില തുടക്കമിടാൻ പോകുക. തുടക്കം. Glory to God, Jesus. Hallelujah, hallelujah. നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിൻ്റെ ആരംഭം കുറിക്കാൻ പത്രോസ് ഒരു മുഖാന്തരമായി തീർന്നതുപോലെ ജോയി സാറേ, പലരെയും ഇതിനകത്ത് ദൈവത്തിന് വേണം ചിലതിൻ്റെ ആരംഭം കുറിക്കാൻ. സ്തോത്രം. ചിലതിൻ്റെ ആരംഭം കുറിക്കാൻ ദൈവത്തിന് ആവശ്യമുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ, ബിവെയർ ഓഫ് ദ വോയിസ്. ആരുടെ ശബ്ദമാണ് തിരിച്ചറിയണം. ദൈവ ശബ്ദം കേട്ട് നിൽക്കുന്നെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് നിങ്ങൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഓ പരാജയപ്പെട്ട ബിസിനസ് അല്ലേ, പരാജയപ്പെട്ട ബിസിനസ്. ആമേൻ, ഹല്ലേലൂയ. എല്ലാം തീർന്ന ബിസിനസ്സാണ്. ആമേൻ. ഇനി ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യമാണ്. മാറ്റി വെച്ച കേസ, എഴുതി തള്ളിയ കേസ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എഴുതി തള്ളിയത് ദൈവം കൈകാര്യം ചെയ്യാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ.
Glory. Shabdarabasiadala. Glory. Hallelujah. Hallelujah. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ വിളിച്ചു പറയുകയാണ്, എഴുതി തള്ളിയ ചില കേസുകൾ ദൈവം കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. ഓ, പത്രോസ് എഴുതി തള്ളിയത്, പത്രോസിന്റെ കൂട്ടുകാർ എഴുതി തള്ളിയത് ഇന്ന് പകൽ കർത്താവ് കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവസഭ എഴുതി തള്ളിയത്, ദൈവദാസന്മാർ എഴുതി തള്ളിയത്, ഓ ഈ പട്ടണ നിവാസികൾ എഴുതി തള്ളിയത്, ഓ ഹല്ലേലൂയ, സ്വർഗ്ഗം കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. Hallelujah, hallelujah. Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന ഏത് സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, ഏത് വ്യക്തികളാകട്ടെ, നിങ്ങളുടെ വിഷയമാകട്ടെ, സഭയുടെ വിഷയമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, അത് എഴുതി തള്ളി എന്ന് വന്നാലും അതിൻ്റെ മേൽ ഒരു രൂപാന്തരം വരുത്താൻ, അതിനകത്തൊരു മാറ്റം വരുത്താൻ അധികാരമുള്ള യേശു ഇന്ന് ഇവിടെ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. Oh, hallelujah. ഞാൻ വിശ്വസിക്കുന്നു, ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ചില മാറ്റങ്ങൾ, പ്ലാനുകളിൽ ചില മാറ്റങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വരുത്താൻ പോകുകയാണ്. യേശുവിന് ഇത് വെറുതെ സംഭവിക്കുകയല്ല. ഈ വചനത്തിൻ്റെ ശക്തി, വചനം ദൈവത്തിൻ്റെതാണെങ്കിൽ വചനത്തിൻ്റെ ശക്തി ചില കൂടാരത്തിൽ വെളിപ്പെടുകയാണ്. വചനത്തിൻ്റെ ശക്തി ആലയത്തിൽ വെളിപ്പെടുകയാണ്. ആ വചനത്തിൻ്റെ ശക്തി ദേശത്തിൻ്റെ മേൽ വെളിപ്പെടുകയാണ്. Glory. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. ഈ പത്രോസ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒക്കെ കഴിഞ്ഞപ്പം അല്ലേ, പത്രോസ് പിന്നെയും പ്ലാൻ ചെയ്തു, ഇനി യെരുശലേമിൽ നിന്നിട്ടെന്തില്ല, കാര്യമില്ല. അപ്പോഴൊരു ശബ്ദം, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നീ യെരുശലേമിൽ തന്നെ എന്ത് ചെയ്തോണം, കാത്തിരുന്നോണം കേട്ടോ. ഒരു ശബ്ദം, മനസ്സിലായില്ലേ? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് നീ ചെയ്യണം, യെരുശലേം വിട്ടു പോകല്ലേ കേട്ടോ. യെരുശലേം വിട്ടു പോകരുത്, ശമരി പോകല്ലേ, യഹൂദി പോകരുത്, വേറെ സ്ഥലത്തെങ്ങും നീ പോകരുത്, ഇവിടെ തന്നെ ഇരുന്ന് കാത്തിരുന്നോണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞെന്തറിയോ, നമ്മളെല്ലാവരും ആണെങ്കിൽ ഇട്ടച്ചു പോയനെയും. കാരണം കർത്താവിനെ എന്ത് ചെയ്തു, ക്രൂശിച്ചു അല്ലേ. നേതാവിനെ ക്രൂശിച്ച സ്ഥലത്ത് വിദ്യാഭ്യാസമില്ലാത്ത പത്രോസിനെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പത്രോസ് വിചാരിച്ചു ഇട്ടേച്ച് പോകുന്നത് നല്ലതെന്ന് ചിന്തിച്ചു കേട്ടോ. ഇട്ടേച്ച് പോകാനായിട്ട് ഇട്ടേച്ച് പോകാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ശബ്ദം അല്ലേ. ഒരു ശബ്ദം എന്താണെന്നറിയാമോ? ഇട്ടേച്ച് പോകരുത്, നീ ഇവിടെ കാത്തിരുന്നോണം. പ്രൈസ് ദി ലോർഡ്. എന്നാണെന്നറിയാമോ? നിന്നെക്കുറിച്ചുള്ള ചില പ്ലാനുകൾ ഇനിയും ഇവിടെ വെളിപ്പെടാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ. ഈ രാവിലെ ആരെങ്കിലും ഇട്ടേച്ച് പോകാൻ, അവൻ ഉപേക്ഷിച്ച് പോകാനിരിക്കുന്നെങ്കിൽ, സ്ഥലം മാറാനിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, ബിവെയർ ഓഫ് ദ വോയിസ്. ദൈവ ശബ്ദങ്ങൾക്ക് റിസീവ് ഗോഡ്സ് വോയിസ്. ദൈവ ശബ്ദങ്ങൾക്ക് നിന്നെ കുറിച്ചുള്ള പ്ലാൻ വെളിപ്പെടാൻ പോകുകയാണ്. അതെന്തിനാണെന്നറിയാമോ? പത്രോസേ, നീ ഇങ്ങനെ ശിഷ്യനായിട്ടൊരു വിശ്വാസിയായിട്ടിരുന്ന് അല്ലേ 3.5 വർഷത്തെ ഡിപ്ലോമായി മേടിച്ചിരിക്കാനല്ല. ഇപ്പം എന്തോ ഉണ്ട്, ഒരു BTHൻ്റെ ഡിഗ്രിയും ആരുടെ കയ്യിലുണ്ട്? പത്രോസിൻ്റെ കയ്യിലുണ്ട് ഇല്ലേ. അതുകൊണ്ട് ഗ്രാജുവേറ്റ് ചെയ്ത്, കർത്താവിൻ്റെ ബൈസ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തേച്ച് അദ്ദേഹം ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് മേടിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഒരു സാധാരണ ഉപദേശിയായിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ തന്നെ ഇരിക്കണം. എന്നാണെന്നറിയാമോ? ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമേ നിന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് എനിക്ക് ശരിക്കും വെളിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ സമയത്തുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അതുകൂടെ സംസാരിക്കാൻ പറയുക. അല്ല, ഇതെൻ്റെ ചിന്താ വിഷയമായിരുന്നില്ല. അത്
എന്താണെന്നറിയാമോ? നിന്നെക്കുറിച്ച് എനിക്കൊരു പ്ലാനുണ്ട്. എന്താണെന്നറിയാമോ? നീ ഒരു അപ്പോസ്തലനായി മാറണം. പ്രൈസ് ദി ലോർഡ്. നീ ആരായി മാറണം അറിയാമോ? നീ ഒരു രോഗശാന്തി ശുശ്രൂഷകനായിട്ട് മാറണം. യേശുവിൻ്റെ നാമത്തിൽ നീ ആരായിട്ട് മാറണമെന്നറിയാമോ? നീ ഒരു വിവേചനപരമുള്ള വ്യക്തിയായിട്ട് മാറണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവ് ചെയ്തത് മാത്രമേ ചെയ്യാവൂ. കർത്താവ് ചെയ്തതെങ്കിലും ചെയ്തു പോയാൽ മതി എന്നാ പത്രോസ് ചിന്തിച്ചേ. അപ്പം പത്രോസിന് പറഞ്ഞു, അങ്ങനെയല്ല കേട്ടോ, എൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ 120 പേരെ എൻ്റെ കൂടെ ഉള്ളൂ, എൻ്റെ കൂടെ. പക്ഷേ ഞാൻ നിന്നെ നിർത്തിയേക്ക് നിന്നെന്നറിയാമോ? ഞാൻ നിർത്തിയ 120 പേരെ കൊണ്ട് പോകാനല്ല, നിന്നെ ഞാൻ 3000 പേരെ ഒറ്റയടിക്ക് സ്നാനപ്പെടുത്തത്തക്ക നിലയിലാണ് നിന്റെ മേൽ എൻ്റെ അഭിഷേകം. യേശുവോട് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. ഗ്ലോ. നിന്റെ പ്ലാൻ ഇട്ടേച്ച് പോകാനാ. എൻ്റെ പ്ലാൻ നിന്റെ മേൽ ചിലത് പകരാനാ. എന്തോ പകരാന്നറിയാമോ? പ്രസംഗിക്കാനുള്ള വരം ഞാൻ നിന്റെ മേൽ പകരും. 3-ാം അധ്യായത്തിൽ 40 വർഷം മുടന്തനായിരിക്കുന്ന ഒരുത്തനെ സൗഖ്യമാക്കാനുള്ള ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കും എന്ന് പറഞ്ഞത്. 40 വർഷമായി. ഞാൻ ജനിക്കുന്നതിന് മുൻപേ ജനിച്ച ഒരു മുടന്തൻ ഇവിടെ ഉണ്ട്. അവനെ ഞാൻ തൊട്ടിട്ടില്ല. എൻ്റെ കാലത്ത് അവന് സൗഖ്യമായിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ അവനെ സൗഖ്യമാക്കാനും നിന്റെ മേൽ അഭിഷേകം വ്യാപരിക്കാൻ പോകുകയാണ്. പിതാക്കന്മാർ തൊടാത്ത ജലതിനെ നീ തൊടുവെന്ന് സ്തോത്രം ചെയ്താണ് യേശുവിൻ്റെ നാമത്തിൽ. ഇവിടെ ഇരിക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇവിടുത്തെ അപ്പന്മാർ ചെയ്യാത്തത് ചിലത് ചെയ്യാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ചെയ്യാത്തത് ഞങ്ങളുടെ തലമുറ ചെയ്യാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ ഒരു സാധാരണ ശിഷ്യനായിട്ടിരിക്കാനല്ല, നിന്റെ കയ്യിൽ ഞാൻ വചനത്തിന്റെ വാൾ തരാൻ പോകുകയാ. രോഗശാന്തിയുടെ വരം തരാൻ പോകുകയാ. 5-ാം അധ്യായത്തിൽ വിവേചനത്തിന്റെ വരം ജ്വലിപ്പിച്ചില്ലേ? ജ്വലിപ്പിച്ചു കേട്ടോ, ജ്വലിപ്പിച്ചു. ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ കർത്താവിന് പറയേണ്ട കാര്യമുണ്ട്. നിന്റെ നിരൂപണമല്ല, എൻ്റെ നിരൂപണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിരൂപണം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നടക്കത്തുള്ളൂ. നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യെരമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം. താമസിച്ച് വന്നവർക്ക് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ പ്രത്യാശിച്ചിരിക്കുന്ന ശുഭഭാവി പ്രാപിക്കുവാൻ നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ, ആമേൻ, സ്തോത്രം, അത് എൻ്റെ നിരൂപണങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ അറിയുന്നു. ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. ഇന്ന് പകൽ അത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുവാനായി പോകുകയാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, അതിന്റെ ഘട്ടം ഘട്ടമായി ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കൊണ്ടുവരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ചെയ്തതിലും വലിയത് നിങ്ങൾ ചെയ്യും. കർത്താവ് ഗലീലയിലേക്കൂടെ മാത്രമേ പോയുള്ളൂ. പക്ഷേ ഉണ്ടല്ലോ, അപ്പോസ്തലന്മാർ ചില ഏരിയ മാത്രമാണോ ചുറ്റിച്ചല്ല. കർത്താവ് ചെയ്തിട്ടില്ലാത്ത ഭൂമിശാസ്ത്രപരമായ പലയിടങ്ങളിലും അപ്പോസ്തലന്മാർ പോകാനിടയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കടൽക്കരയ്ക്കകത്ത് ഒതുങ്ങി നിർത്താനല്ല, ഒരു കടൽക്കരയുടെ വട്ടം നിർത്താനാണോ? അല്ലേ? ആണെങ്കിൽ എവിടെ കിടന്നറിയാമോ? കടൽക്കരയെ ജീവിച്ച്, അല്ലേ, കടൽക്കരയിൽ തന്നെ എന്ത് ചെയ്തതെന്നറിയാമോ? അടക്കിയനെയും. ആരെ? പത്രോസിനെ. പക്ഷേ പത്രോസിനോട് പറയാണ്ട് കാര്യമുണ്ട്. ഈ ശൂന്യത വന്നത് അതിനല്ല, എനിക്ക് നിന്നെക്കുറിച്ച് ചില നിരൂപണമുണ്ട്, അത് വെളിപ്പെടുത്താൻ പോകുകയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരുടെ മേൽ ദൈവത്തിൻ്റെ പ്ലാൻ വെളിപ്പെട്ടു വരാൻ പോകുകയാ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ്, ചില ദൈവത്തിന്റെ ദാസീദാസന്മാരെ ഈ ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി അതിന്റെ ശക്തിയോടെ വെളിപ്പെടുത്തുകയാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ഞാനും പാസ്റ്റർ വിൽപ്പന രാജ്യം അതുപോലെ സാമ്പാഷൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞങ്ങളൊക്കെ ചിന്തിക്കാറുണ്ട്, ഒരു സാധാരണ നിലയിലുണ്ടല്ലോ ഒരു ശിഷ്യനായി പോകാമെന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ബൗണ്ടറി ഞാൻ മാറ്റാൻ പോകുകയാ, നിന്റെ അതിര് ഞാൻ മാറ്റാൻ പോകുകയാ. പത്രോസേ, നിന്റെ അതിര് ഞാൻ മാറ്റാൻ പോകുക. അതിര് ആരെല്ലാം നമുക്കെതിരെ മതിൽ കെട്ടിയാലും അല്ലേ, ബൗണ്ടറി നിശ്ചയിച്ചാലും, നമ്മുടെ ബൗണ്ടറി നിശ്ചയിക്കുന്ന ആരാണെന്നറിയാമോ? സർവശക്തിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ രാവിലെ ആത്മാവ് പറയുകയാണ്, നമ്മുടെ ബൗണ്ടറി നിശ്ചയിക്കുന്ന ആരാന്നറിയാമോ? ലോകത്തിൽ ആരുമല്ല. ആരാണെന്നറിയാമോ? ദൈവമാണ് നമ്മുടെ ബൗണ്ടറി നിശ്ചയിക്കുന്നത്. ദാവീദിന്റെ അപ്പൻ ചിന്തിച്ചത്, ഇവൻ എവിടെ കിടക്കണം എന്നാ കൊച്ചുവനെ? ഇവൻ കാട്ടിക്കിടക്കണമെന്നാ. ശ്രദ്ധിക്കണേ, അപ്പൻ്റെ പ്ലാൻ ഇവനെ എവിടെ ഉണ്ടെന്നറിയാമോ? ഇവൻ ആടിനെ മേയ്ക്കണമെന്നായിരുന്നു. സഹോദരന്മാരുടെ പ്ലാന് ഇവനെ ആടിനെ മേയ്ക്കാൻ കാട്ടി തന്നെ ഒതുക്കണമെന്നായിരുന്നു. തൈലപാത്രം എടുത്തോണ്ട് ഇറങ്ങിയ ശമൂവേൽ പ്രവാചകന്റെ ലക്ഷ്യം എന്തുവായിരുന്നു? ദാവീദിനെ രാജാവാക്കാനുള്ള പ്ലാനൊന്നും ആർക്കില്ലായിരുന്നു. ഇശായിക്കല്ല, ശമൂവേൽ പ്രവാചകനുമില്ലായിരുന്നു. ശ്രദ്ധിക്കണേ, അപ്പനും സഹോദരനും പാസ്റ്റക്കും പ്രവാചകനും പദ്ധതികളും പ്ലാനുകളും ഉണ്ടെങ്കിലും ഓർത്തോണം, ദാവീദ് വരാതെ തൈലപാത്രം കയ്യിലെടുക്കുന്ന പരിപാടിയില്ല. യേശുവിന്റെ നാമത്തിൽ ഓർത്തോണം കേട്ടോ. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്കും തെറ്റുപറ്റാം. പക്ഷെ ഓർത്തോണം, ദൈവത്തിന് എന്ത് ചെയ്യത്തില്ല? ദൈവത്തിന് തെറ്റു പറ്റത്തില്ല. അവൻ്റെ പ്ലാൻ മാത്രമേ നടക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ ഏത് ഗുഹയ്ക്കകത്ത് കിടന്നാലും ഉണ്ടല്ലോ, ആ ഗുഹയ്ക്കകത്തു നിന്നെ നാട്ടിക്കൊണ്ടുവന്ന് നിന്റെ മേൽ അഭിഷേകത്തിൻ്റെ തൈലം ഒഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിക്കുക തന്നെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഓ ഹല്ലേലൂയ. തൈലപാത്രം എടുത്തുകൊണ്ട് ഇറങ്ങിയാലും വരേണ്ടിയവൻ വന്നിട്ട് മാത്രമേ തൈലപാത്രം ഒഴിക്കത്തുള്ളെങ്കിൽ ഇന്ന് പകൽ ചിലതിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ പകർച്ച ദൈവം അയക്കുക തന്നെ ചെയ്യാൻ പോകുകയാണ്. എല്ലാവരും കൂടെ സൂക്ഷിച്ച് നോക്കിക്കേ കേട്ടോ. അപ്പൻ കണ്ടത് ആട്ടിടയനാ, പക്ഷെ ദൈവം കണ്ടത് ആരാന്നറിയാമോ? രാജാവിനെയാ കണ്ടത്, രാജാവിനെയാ. യേശുവിന്റെ നാമത്തിൽ ആട്ടിടയന്റെ അഭിഷേകമല്ല അവൻ ആര് കണ്ടത്? ദൈവം കണ്ടത് ഇവന്റെ മേൽ രാജാവിന്റെ അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇടയന്റെ അഭിഷേകമല്ല നിന്റെ മേൽ പകരുന്നത് രാജാവിന്റെ അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ ഒരു രാജക അധികാരം ഞാൻ നിന്റെ മേൽ പകരാൻ പോകുകയാണ്. ആര് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും, ആരും നിനക്ക് പിന്നെ കൈയുയർത്തിക്കൊണ്ട് വരാനില്ലെങ്കിലും ഒരു കാര്യം ഓർത്തോണം, ദൈവത്തിൻ്റെ കമ്പ്യൂട്ടർ റൂമിൽ നിനക്ക് വേണ്ടി സ്വർഗം ചലിക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇവിടെ ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കമ്പ്യൂട്ടർ റൂമിലുണ്ടല്ലോ, അവൻ നിനക്ക് വേണ്ടി ചിലരെ ചലിപ്പിക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവത്തിൻ്റെ പ്ലാൻ വെളിപ്പെടുവാൻ പോകുകയാ.
Hallelujah, hallelujah. Praise the Lord. Praise the Lord. Hallelujah. ഒന്ന്, പത്രോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്ലാൻ വെളിപ്പെട്ടു. Praise the Lord. God has the best plan. ദൈവത്തിന് നല്ല പ്ലാനുണ്ട്. സ്തോത്രം ചെയ്ത യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോലിയാത്ത് പറയും, ആമേൻ, ദാവീദിൻ്റെ മാംസം എന്ത് ഈ പക്ഷികൾക്ക് കൊടുക്കുമെന്ന് കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ പ്ലാൻ എന്നാണെന്നറിയാമോ? പക്ഷി തിന്നുമെന്നല്ല, ഇവൻ കൊട്ടാരത്തിൽ സിംഹാസനസ്ഥനായിട്ടിരിക്കുമെന്നുള്ളതാ ദൈവത്തിൻ്റെ പ്ലാന്. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽ എനിക്ക് നിനക്കും വേണ്ടി സ്വർഗ്ഗം ചലിക്കാൻ പോകുകയാ. യേശുവിൻ്റെ നാമത്തിൽ ശത്രുവിൻ്റെ പദ്ധതികളെ പൊളിക്കുകയാണ്. ഇന്ന് പകൽ എല്ലാ ദുര്യാപാരങ്ങളെ പൊളിക്കാൻ പോകുകയാണ്. ആഭിചാര ബന്ധനങ്ങളെ പൊളിക്കുവാൻ പോകുകയാണ്. യേശുവിന്റെ ശക്തി വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ പ്ലാൻ ഇവിടെ വെളിപ്പെടുകയാണ്. Glory, hallelujah, hallelujah. Praise the Lord. എന്താണെന്നറിയാമോ? നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് കൂടെ വരാൻ പോവുകയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 11-ാമത്തെ വാക്യത്തിൽ എന്താണെന്നറിയാമോ? 11-ാം വാക്യം വായിക്കുമ്പം അതിൻ്റെ 10-ാമത്തെ വാക്യം എന്താ വായിക്കുന്ന? 10-ാം വാക്യം, അല്പതാമസമുണ്ട്. പെട്ടെന്നല്ല, അല്പതാമസം. ഹനാനി പ്രവാചകൻ പറഞ്ഞു പെട്ടെന്ന് നടക്കുന്നില്ല, അല്പതാമസമുണ്ട്. വാഗ്ദത്തം നിവർത്തിക്കപ്പെടാൻ അല്പതാമസമുണ്ട്. പക്ഷെങ്കിൽ താമസിച്ചാലും എൻ്റെ പ്ലാനേ നടക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? താമസിച്ചാണെങ്കിലും എൻ്റെ പ്ലാനേ നടക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മൾ ശ്രദ്ധിക്കാൻ പോകും. ഇത് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നമ്മൾ ചിന്തിച്ചത് 29-ാം അധ്യായത്തിൽ മേക്കിംഗ് ദ ബെസ്റ്റ് തിങ്. 2, പ്രേ യു ആർ. 3 നമ്മൾ ചിന്തിച്ചെന്താണ്? എന്താ ചിന്തിച്ചേ? ദൈവത്തിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരണം. പിന്നെ ദൈവശബ്ദം എന്ത് ചെയ്യണം? കേൾക്കണം. ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അല്പതാമസമുണ്ട്. താമസിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ പ്ലാൻ മാത്രമേ നടക്കൂ. ഇത് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. 1-2 വേദഭാഗങ്ങൾ മാത്രം നമ്മൾ വായിക്കുമ്പം, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. 9-1. ദാനിയേൽ 9-1. നമുക്ക് നന്നായിട്ടറിയാം, പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. എന്താണെന്നറിയാമോ? ഇപ്പോഴേ യെരമ്യാവിൻ്റെ കാലത്തെ പ്രാർത്ഥന തുടങ്ങിയതാണ്. ദാനിയേലിൻ്റെ കാലത്ത് എന്ത് ചെയ്തു? ഈ കാലസംഖ്യ ഗ്രഹിച്ച് കഴിഞ്ഞപ്പോഴെന്തുവാ? പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിച്ചത് എന്തിനാണെന്നറിയാമോ? നഷ്ടപ്പെട്ടു പോയ പ്രതാപം ദൈവം മടക്കി കൊണ്ടുവരും. അതാ എന്താ? ദ നേഷൻ വുഡ് ബി റീഎസ്റ്റാബ്ലിഷ്. നഷ്ടപ്പെട്ടു പോയ പ്രതാപം ദേശത്തിന് ദൈവം മടക്കി കൊടുക്കും. അല്ലേ? ഈ ദിവസങ്ങളിൽ നിങ്ങൾ പത്രങ്ങൾ ഗുഡ് ന്യൂസൊക്കെ വായിക്കുന്നില്ലേ? ഇസ്രായേലിൽ എന്തോ സംഭവിക്കുന്ന കാര്യം മനസ്സിലാകുന്നില്ലേ? എന്നാ കാര്യമെന്നറിയാമോ? നഷ്ടപ്പെട്ടു പോയ പ്രതാപം 70 സംവത്സരം കഴിഞ്ഞ് മടക്കി വരുത്തുമെന്ന് അന്ന് യെരമ്യാവ് പറഞ്ഞതുണ്ടല്ലോ. ആ വാഗ്ദത്തം കേട്ട് പ്രാർത്ഥിക്കാൻ ആരുണ്ടായിരുന്നു? ഒരു ദാനിയേൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ദാനിയേൽ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, എസ്രായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴുണ്ടല്ലോ, അതിനു വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. 68 വർഷം മുൻപ് ദാനിയേലുണ്ടോ, എസ്രായുണ്ടോ, മേദ്യ പെർഷ്യ രാജാവുണ്ടോ എന്നൊന്നും ആർക്കറിയത്തില്ല. യെരമ്യാവിനറിയത്തില്ല.
ഇന്ന് പകൽ പ്രസംഗിക്കുന്ന എനിക്ക് വചനത്തിന്റെ വെളിപ്പാടി പ്രസംഗിക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ ആരെല്ലാം ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ വചനത്തിന്റെ വിത്തിവിടെ വിതറുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, സമയാസമയങ്ങളിൽ ദൈവം ചിലരെ അതാത് സ്ഥാനങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങൾക്ക് മുൻപേ ആമേൻ ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നത് യെരമ്യാവ് ചിലപ്പോൾ ദാനിയേലിനെ കണ്ടു കാണുമായിരിക്കാം, ചിലപ്പോൾ യെസ്രായെ കണ്ടു കാണുമായിരിക്കാം, നെഹെമ്യാവിനെ കണ്ടു കാണുമായിരിക്കാം. വിശ്വാസത്തോടെയാണ് അന്ന് യെരമ്യാവ് ദൂത് പറഞ്ഞത്. ഇന്ന് പകൽ കേൾക്കുന്ന നിങ്ങൾ ഓർത്തോണം, ദൈവം അവിടങ്ങളിലായി ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ നിരൂപണങ്ങൾ ഇന്നവയെന്ന് അവന് നന്നായിട്ട് അറിയാം. യേശുവിൻ്റെ നാം ഇസ്രായേൽ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ അത് നിവർത്തിച്ചിരിക്കുന്നുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ മേൽ അതുപോലെ സംഭവിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥനയ്ക്ക് വന്ന ദൈവമക്കളെ ഉറപ്പോടെ വേണം നിങ്ങൾ ആരാധന കഴിഞ്ഞു പോകാൻ. നിങ്ങൾ വിശ്വാസത്തോടെ പറയണം, എൻ്റെ പ്ലാനുകൾ ദൈവത്തിനറിയാം. യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പറഞ്ഞാട്ടെ, എൻ്റെ പ്ലാനുകൾ ദൈവത്തിനറിയാം, എന്നെ കുറിച്ചുള്ള നിരൂപണങ്ങൾ ദൈവത്തിനറിയാം. വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ, എൻ്റെ തലമുറയെ കുറിച്ചുള്ള പ്ലാനുകൾ ദൈവത്തിനറിയാം, എൻ്റെ മൂത്ത മകനെ കുറിച്ചുള്ള പ്ലാൻ ദൈവത്തിനറിയാം, എൻ്റെ ഇളയ മകളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഭയെ കുറിച്ചുള്ള പ്ലാൻ ദൈവത്തിനറിയാം എന്ന് എത്ര പേര് പറയുന്നു? ഇന്ന് പകൽ അത് പറയാൻ തുടങ്ങുന്നെങ്കിൽ നിങ്ങൾ ദൈവാത്മാവിന്റെ കീഴിലാണ്, പരിശുദ്ധാത്മാവിന്റെ കീഴിലാണ്, ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്, ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലാണ്. യേശുവിന്റെ നാമത്തില് ദൈവാത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പോകുക. ഒരു വേദഭാഗത്തിലേക്കൂടെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധ തിരിക്കാം, ഇത് ചേർത്ത് സംസാരിക്കാനായിട്ട്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം പരിചയമുള്ള വാക്യം, 27-ാം അധ്യായം 55-56 വാക്യങ്ങൾ വായിച്ചോട്ടെ വേഗം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ന്റെ 60-ാം വാക്യം, 65-ാം വാക്യം, 66-ാം വാക്യം. മതി. 65-ാം വാക്യം. 66-ാം വാക്യം. പ്രാർത്ഥിക്കുന്നതിന് മുൻപായി പരിശുദ്ധാത്മാവ് അനേക വേദഭാഗങ്ങൾ ഇതിനോടനുബന്ധമായി ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവിനെ പഠിപ്പിച്ചെങ്കിലും ഇന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഇതിനോട് ചേർന്ന് വളരെ അർത്ഥവത്തായ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഐ നോ ദ പ്ലാൻസ് ഐ ഹാവ് ഫോർ യു. രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, വ്യക്തികൾക്ക് വേണ്ടി മാത്രമല്ല, ദൈവം തൻ്റെ പുത്രന് വേണ്ടിയുള്ളതും ദൈവത്തിൻ്റെ നിരൂപണം അനുസരിച്ച് ദൈവം ചെയ്തേ. വളരെ ആധികാരികമായ കാര്യങ്ങളാണ് അല്ലേ? 33 തിരുവയസ്സ് വരെ യേശു കർത്താവ് ലോകത്തിലുണ്ടായിരുന്നു. ജനനത്തിങ്കൽ ശുശ്രൂഷയിൽ ആയുസ്സിൻ്റെ മധ്യത്തിൽ ഒക്കെ അവനെ ഒതുക്കിക്കളയാൻ സാത്താൻ ശ്രമിച്ചതാ. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ അവന് എവിടെ വെച്ചേക്കെന്നറിയാമോ? കല്ലറയ്ക്കകത്ത്. ആരുടെ കല്ലറയില? അരിമത്തിക്കാരനായിരിക്കുന്ന ജോസഫിൻ്റെ കല്ലറയ്ക്കകത്ത് അവനെ ഇറക്കി വെച്ചതാ. ഇറക്കി വെച്ചു. ആ കല്ലറയ്ക്കയുടെ മുകളിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചെറിയ കല്ലെടുത്ത് അവൻ്റെ മണ്ടയ്ക്ക് വെച്ചു. 2, കാവൽക്കൂട്ടത്തെ നിർത്തി. 3, റോമൻ ഗവൺമെൻറ് മുദ്ര അതിനെ മണ്ടയ്ക്ക് വെച്ചു. ഇത്രയും കണ്ടേച്ച് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ നടക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ?
ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? എത്ര പ്രവചനങ്ങളിൽ യേശുവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും, ഓ പ്രവാചകന്മാർ പലരും യേശുവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും, അല്ലേ, ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, റോമൻ ഗവൺമെന്റ് പറയുന്നു, നോക്കിക്കേ, മരിച്ചു കിടക്കുന്ന യേശുവിന്റെ മുകളിൽ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്, കാവൽക്കൂട്ടം നിൽപ്പുണ്ട്. റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്ര എടുത്തു വെച്ചിരിക്കുകയാ. ശ്രദ്ധിക്കണേ, ചില പ്ലാനുകൾ, ദൈവത്തിന്റെ പ്ലാൻ പുറത്തു വരാതിരിക്കാൻ ഇതുപോലത്തെ 3 വിധ തടസ്സം നിന്റെ മണ്ടയിലുണ്ടെങ്കിലും, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, അതൊരു പ്രശ്നമല്ല. പ്ലാൻ ദൈവത്തിൻ്റെത് മാത്രമേ വെളിപ്പെടത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ആരാ? യേശു എന്ന വലിയ പെട്രായ. ഈ കിടക്കുന്ന കല്ലേതാ? വെറും പെട്ടിയല്ല കേട്ടോ. ഈ ശവപ്പെട്ടി കിടക്കുന്ന ആളാരാ? ചീളുകല്ലല്ല കിടക്കുന്ന, ചീളുകല്ലല്ല. യേശുവാകുന്ന വലിയ പെട്രായ. ഈ ശവപ്പെട്ടി കിടക്കുന്ന വലിയ പെട്ര. ഈ പെട്ടിക്കകത്ത് കിടക്കുമ്പോഴാ ഈ വലിയ കല്ലിന്റെ മണ്ടയ്ക്ക് ചിലർ ചീളുകല്ലെടുത്തോണ്ട് വെക്കാൻ വന്നേക്കുന്നേ. സ്തോത്രം ചെയ്ത യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വാഗ്ദത്തമുള്ള വലിയ പെട്രായുടെ മുമ്പിലുണ്ടല്ലോ, ആര് ചീളുകല്ലെടുത്തുകൊണ്ട് വന്നാലും ചീളുകല്ല് തെറിച്ചു പോകാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിക്കണേ. യേശു ആരാന്നറിയാമോ? അവൻ സൈന്യത്തിന്റെ അധിപനാ കേട്ടോ. സൈന്യത്തിന്റെ അധിപനെ വെച്ചെടുത്ത ആരാ? ആമേൻ. കൊച്ചു സൈന്യം, കാവൽക്കൂട്ടം, ഇവിടുത്തെ പോലീസ്, പട്ടാളം, ആർക്ക് കാവല്? സൈന്യത്തിന്റെ അധിപനെ കാവല്. ഓർത്തോണം, സൈന്യത്തിന്റെ അധിപൻ ഇവിടെ ഒരുത്തന്റെ കാവല് വേണ്ട. യേശു സൈന്യത്തിന്റെ അധിപനാണ്, അവന് നിന്റെ കാവല് വേണ്ട. എൻ്റെ കൂടെയുണ്ടോ ഇന്ന് രാവിലെ സമയം? ഇന്ന് രാവിലെ ദൂത് കേട്ടെടുത്ത് സ്തോത്രം ചെയ്യുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒരു ദൈവപ്രവൃത്തി 1-ാമത്തെ സെക്ഷനിൽ തന്നെ ദൈവം ചെയ്യും. യേശുവിൻ്റെ നാമത്തെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. യേശു ആരാന്നറിയാം? യേശു ആരാ? അവൻ തത്വത്തിൻ്റെ മുദ്രയാ. തത്വത്തിൻ്റെ മുദ്രയല്ലേ? എബ്രായ ലേഖനം 1-ാം വാക്യത്തിൽ അവൻ ആരാ? അവൻ തത്വത്തിൻ്റെ മുദ്രയാ. തത്വത്തിൻ്റെ മുദ്രയുടെ മണ്ടയ്ക്ക റോമൻ ഗവൺമെന്റിന്റെ മുദ്ര. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തത്വത്തിന്റെ മുദ്രയുടെ മണ്ടയ്ക്കുണ്ടല്ലോ, ഇവിടുത്തെ ഒരു റോമൻ ഗവൺമെന്റിന്റെ മുദ്രയ്ക്കും സ്ഥാനമില്ല. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രദ്ധിക്കണം. ആരുടെ പ്ലാനാണ് നടക്കാൻ പോകുന്നറിയാമോ? ദൈവത്തിന് പറയാനുള്ള കാര്യമുണ്ട്. എൻ്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മേലുള്ള പ്ലാൻ ആരുടെ പ്ലാനാണെന്നറിയാമോ? റോമൻ ഗവൺമെൻറ്റിൻ്റെ പ്ലാനല്ല, പീലാത്തോസിൻ്റെ പ്ലാനല്ല, ഇവിടുത്തെ ഹേരോദാവിൻ്റെ പ്ലാനല്ല, ഇവിടുത്തെ മഹാപുരോഹിതന്മാരുടെ പ്ലാനല്ല. അവൻ്റെ മേൽ വെളിപ്പെടാൻ പോകുന്നത് ആരുടെ പ്ലാനാണെന്നറിയാമോ? സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന, സ്വർഗത്തിൽ പദ്ധതി തയ്യാറാക്കിയ അതേ പ്ലാനാ നടക്കാൻ പോകുന്നത്. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, പെട്ടെന്ന് കമ്മിറ്റി കൂടി എടുത്ത തീരുമാനമല്ല, ഇത് വർഷങ്ങൾക്ക് മുൻപേ തീരുമാനമെടുത്തതാ കേട്ടോ. ഇത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥാപിച്ച തീരുമാനമാണ്. സ്വർഗത്തിൽ സ്ഥാപിച്ച തീരുമാനമുണ്ടല്ലോ, അത് അഴിക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ എന്നാ കാര്യം എന്നറിയാമോ? ശ്രദ്ധിക്കണേ കേട്ടോ.
കല്ലറയിൽ 3 ദിവസമായെങ്കിലും ഇതിനു മുമ്പ് അനേക തോമാച്ചൻ്റെയും ബേബിച്ചൻ്റെയും ഒക്കെ ശവശരീരം കല്ലറയിൽ വെച്ചിട്ടുണ്ടെങ്കിലും അറിയാമല്ലോ, ചെല്ലുന്നതിന് മുൻപേ ബാക്ടീരിയ തൊട്ട് ഭസ്മമാക്കിയിട്ടുണ്ട്. ഹലോ, ഇങ്ങോട്ട് നിങ്ങൾ കൊച്ചിനെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ സാധാരണ പറയുന്ന പോലെ ഇത് കഴിഞ്ഞ് കാണിച്ചിട്ടേ വിടത്തുള്ളൂ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണം. പ്രീശലോട് ഹല്ലേലൂയ. ഇങ്ങോട്ടെല്ലാവരും ശ്രദ്ധിക്കണം. ഏറ്റവും അവസാന നിമിഷങ്ങളില്ല. ശ്രദ്ധിക്കണേ. അനേക ശവശരീരങ്ങൾ ഇതുപോലത്തെ കല്ലറയിൽ വെച്ചിട്ടുണ്ട്. വെച്ച് അടക്കം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരുന്നതിന് മുമ്പേ, ബന്നിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുമ്പേ ബാക്ടീരിയ കയറി തൊട്ടിട്ടുണ്ട്. പക്ഷെ ഇതേ കയറി തൊട്ടില്ല കേട്ടോ, ഇതേ കയറി തൊട്ടില്ല. സ്തോത്രം ചെയ്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്നെ തൊടാഞ്ഞെന്നറിയാമോ? എന്നെ തൊടാഞ്ഞെന്നറിയാമോ? പ്രൈസലോ. നിനക്കുള്ള രോഗമുണ്ടല്ലോ, ആമേൻ സ്തോത്രം, നിന്റെ അയൽപക്കത്ത് വന്നപ്പോഴേ അവർ ഭസ്മം പോലെ മണ്ണിനടിയിലായപ്പോഴേ നീ ഇപ്പോഴും ജീവനോടിരിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ രോഗമില്ലാഞ്ഞിട്ടല്ല. ചിലർ ചിന്തിക്കുന്നത് നമ്മൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടും മെഡിസിന് കഴിക്കുന്നത് കൊണ്ടുമാണ് രോഗമെന്ന് നമ്മളെ തൊടാഞ്ഞിട്ടുന്ന കേട്ടോ. രോഗം വന്ന് നീ ഇന്ന് ജീവനോടിരിക്കുന്നതിനെന്നറിയാമോ? നിന്റെ മേലൊരു വാക്തത്വമുള്ളത് കൊണ്ടാ. വാക്തത്വം യേശുവിന്റെ നാമത്തിൽ ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഓ രബ ശബ്ദനരഗതസ്യാദല. പരിശുദ്ധാത്മാവ് പറയുന്നൊരു കാര്യമുണ്ട്. യേശുവിന്റെ ശരീരത്തെ ബാക്ടീരിയ തൊട്ടില്ല. അടുത്ത് വന്ന് നോക്കി, പക്ഷെ വാ തുറക്കാൻ പറ്റുന്നില്ലെന്ന്. പ്രൈസലോട്. നിന്റെ ശരീരത്തെ ഉണ്ടല്ലോ ഒന്ന് തൊടാൻ പറ്റുന്നില്ലെന്ന്. പ്രൈസലോ. യേശുവിൻ്റെ നാമത്തിൽ എന്നാ കാര്യമെന്നറിയാമോ? ഈ കിടക്കുന്ന ആരാന്നറിയാമോ? ഇത് വാക്തത്വമുള്ളവനാ. ഇതിൻ്റെ മേൽ പ്ലാനുണ്ട് ദൈവത്തിന്. യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവത്തിൻ്റെ പ്ലാൻ എൻ്റെ മേലുണ്ടെങ്കിൽ ഒരു ലോകശക്തിക്കും എന്നെ തൊടാൻ കഴിയത്തില്ല, ഒരു ഭൂതാത്മാവിനും എന്നെ തൊടാൻ കഴിയത്തില്ല, ഒരു കുട്ടിപിശാചിനെ തൊടാൻ കഴിയത്തില്ല. ഇന്ന് പകൽ ജയത്തിൻ്റെ പേര് തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവം അയക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ എന്തെന്ന് എനിക്കറിയാം. പ്രൈസ്. ആരുടെ നിരൂപണങ്ങൾ? ദൈവത്തിന്റെ പ്ലാനുകൾ യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് പറഞ്ഞാട്ടെ, സോദരൻ, കല്ലറയിൽ ഇറക്കണോ? ഇറക്കിക്കോ. പെട്ടിക്കകത്ത് വെക്കണോ? വെച്ചു. കാവൽ പട്ടാളത്തെ വെക്കണോ? വെച്ചു. ആമേൻ. മുദ്ര വെക്കണോ? വെച്ചു. ആമേൻ. സോദരൻ, ചെറിയ കല്ലെടുത്ത് മണ്ട വെക്കണ വെച്ചു. എനിക്കത് പ്രശ്നമല്ല. എന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഓ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നിങ്ങൾ രോഗത്തെ നോക്കി പറഞ്ഞാട്ടെ, ഏത് രോഗമാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, എന്നെ തൊട്ടുകൊള്ളുക. എനിക്ക് പ്രശ്നമില്ല. എന്നെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്നയോളം എന്നെ ദൈവം നടത്തിയെങ്കിൽ മേലാലും നടത്തുവാൻ മതിയായ ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്ലാൻ ആരുടെ മേലെന്നറിയാമോ? രാഷ്ട്രത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്ലാനുണ്ട്. വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ പ്ലാനുണ്ട്. ശുശ്രൂഷകന്മാരുടെ മേൽ ദൈവത്തിന്റെ പ്ലാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യേശു കർത്താവിന്റെ മേൽ ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടായിരുന്നു എങ്കിൽ ആ പ്ലാൻ നിറവേറി.
പ്രൈസ്തലോ. നമ്മൾ ഇന്ന് പകൽ ആരാധിക്കുന്ന യേശു ആരാന്നറിയാമോ? കല്ലറ കിടക്കുന്ന യേശുവിനെയല്ല, ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ യോഗത്തിൻ്റെ മുൻപിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മുൻപിൽ പട്ടാളം നിൽക്കട്ടെ, മാവൻ മുദ്ര അവിടെ കിടക്കട്ടെ, ചെറിയ കല്ലവിടെ കിടക്കട്ടെ. ഇത് കണ്ടേച്ചുണ്ടല്ലോ, ഇത് കണ്ടേച്ച് നീ വിഷണ്ണതിനോടെ പോകാനല്ല, ഇത് കണ്ടിട്ട് നീ പ്രത്യാശയോടെ പോകണം യേശുവിൻ്റെ നാമത്തിൽ.